എപ്പോഴത്തെയും പോലെ തന്നെ 5:30 അലാറം അടിച്ച് ഓഫാക്കിയിട്ട് കുറച്ച് നേരം കൂടുതൽ ഉറങ്ങിപ്പോയി തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും അച്ഛൻ പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങനെ ചാടി കയറി ചായ ഉണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ കുളിക്കാനുള്ള വെള്ളവും ചോറ്റിനുള്ള വെള്ളമൊക്കെ പുറത്ത് അടുപ്പിൽ വെച്ചിട്ട് വന്നിട്ട് ചായ കുടിക്കാനിരിക്കുമ്പോഴേക്കും മീൻകാരൻ ചേട്ടൻ വന്ന്. അങ്ങനെ ഒരു വിധത്തിൽ മീൻകാരൻ ചേട്ടൻ്റെ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് വെച്ച് കഴിഞ്ഞിട്ട് ചായ കൂടി കഴിഞ്ഞ് വന്നത് സാമ്പാറിനുള്ള പരിപ്പ് അടുപ്പത്ത് വെക്കുമ്പോഴേക്കും നമുക്ക് വെള്ളം വരുന്ന ദിവസമായതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. രാവിലെ വെള്ളം പിടിക്കണം, ചോറും കറിയും ഉണ്ടാക്കണം, കുഞ്ചുമനെ റെഡിയാക്കണം, അങ്ങനെ ഒട്ടനവധി പണി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാമ്പാറൊക്കെ റെഡിയാക്കി കായൊക്കെ അരിഞ്ഞ് അടുപ്പത്ത് കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ഈ ചെമ്മീൻ കഴിക്കുന്നത്. ചെമ്മീൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. അത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഒരിക്കൽ കഴിക്കാൻ ആഗ്രഹം തോന്നിയിട്ട് ഏട്ടൻ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പൊന്നുകുട്ടീനെ കൺസീവ് ആയിരിക്കുമ്പോൾ. അപ്പോൾ ആരോ പറഞ്ഞത് കേട്ട് അത് തിന്നാതെ ആയിട്ട് അത് തിന്നാൽ കുട്ടിക്ക് ചൊറിച്ചിൽ വരുന്നൊക്കെ പറഞ്ഞിട്ട് അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതൊക്കെ അടുപ്പത്താക്കി വെച്ചിട്ട് കുറച്ച് തുണി അലക്കൽ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ പൊന്നുകുട്ടി എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ ഉള്ളിയൊക്കെ തൊലിച്ചു തന്നു കേട്ടോ. അങ്ങനെ അലക്കൽ പരിപാടി കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ നമ്മൾ ചെമ്മീൻ വറുത്തിട്ട് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഒരു ഊഹം അനുസരിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് പാത്രം കഴുകലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നപ്പോൾ ചോറും ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്തും നല്ല മാങ്ങാച്ചാറും സാമ്പാറും കൂടിയിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും കഴിച്ച് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണാം.